വിനീത് ശ്രീനിവാസൻ ഒരു നടൻ, സംവിധായകൻ, നിർമ്മാതാവ്, തിരക്കഥാകൃത്ത്, ഗായകൻ എന്നീ നിലകളിൽ പ്രധാനമായും മലയാള ചലച്ചിത്ര വ്യവസായത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. മലർവാടി ആർട്സ് ക്ലബ്, തട്ടത്തിൻ മറയത്ത്, തിര, ജേക്കബിന്റെ സ്വർഗരാജ്യം, ഹൃദയം തുടങ്ങിയ മികച്ച ചിത്രങ്ങളിലൂടെ മലയാള സിനിമയിൽ അറിയപ്പെടുന്ന സംവിധായകനായി അദ്ദേഹം മാറി. ഗായകനായി സിനിമാ ലോകത്തെത്തിയ അദ്ദേഹം പിന്നീട് നടൻ, സംവിധായകൻ, തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനായി. 2003 കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിലൂടെ പിന്നണി ഗായകനായാണ് വിനീത് ശ്രീനിവാസൻ ആദ്യമായി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് 2008 സൈക്കിളിലൂടെയാണ് അദ്ദേഹം തന്റെ ആദ്യ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. 2 വർഷത്തിനു ശേഷം അദ്ദേഹം തന്റെ ആദ്യ ചിത്രം മലർവാടി ആർട്സ് ക്ലബ് സംവിധാനവും ചെയ്തു. അവിടെ മുതൽ തട്ടത്തിൻ മറയത്ത്, തിര, ജേക്കബിന്റെ സ്വർഗരാജ്യം തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു. 2006 ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിലെ ഒരു ഗാനം ആലപിച്ചുകൊണ്ടായിരുന്നു പിന്നെയും അദ്ദേഹം ശ്രദ്ധേയനായത്. ഇത് മലയാളത്തിലെ ആഘോഷിക്കപ്പെട്ട ഗാനങ്ങളിൽ ഒന്നായിരുന്നു. ഗാനത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ട അദ്ദേഹം പിന്നീട് ഇൻഡസ്ട്രിയിൽ പിന്നണി ഗായകനായി അറിയപ്പെട്ടു. സൈമ അവാർഡ്സ്, ഏഷ്യാവിഷൻ അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകളും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ഉദയനാണ് താരം, സ്പീഡ് ട്രാക്ക്, ബിഗ് ബി, വീരാളിപ്പട്ട്, ഈ പട്ടണത്തിൽ ഭൂതം, കുഞ്ഞിരാമായണം, വെളിപാടിന്റെ പുസ്തകം, അരവിന്ദിന്റെ അതിഥികൾ, പ്രേമം, ഓം ശാന്തി ഓശാന തുടങ്ങി നിരവധി ചിത്രങ്ങളിലും അദ്ദേഹം പാടിയിട്ടുണ്ട്. 2015 പുറത്തിറങ്ങിയ ഓം ശാന്തി ഓശാന എന്ന ചിത്രത്തിന് മലയാളത്തിലെ മികച്ച പിന്നണി ഗായകനുള്ള സൈമ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു. ആലാപനം കൂടാതെ അഭിനയം, സംവിധാനം, തിരക്കഥ, രചന തുടങ്ങിയ മേഖലകളിൽ വിനീത് തന്റെ താല്പര്യം പ്രകടിപ്പിച്ചു. 2008 സൈക്കിൾ എന്ന ചിത്രത്തിലൂടെയാണ് നടൻ എന്ന നിലയിൽ അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് ട്രാഫിക്, ചാപ്പാകുരിശ് തുടങ്ങിയ ചിത്രങ്ങളിലും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചു. സീരിയസ് ത്രില്ലർ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിനു പുറമെ കുഞ്ഞിരാമായണം, മകന്റെ അച്ഛൻ, ഒരു സിനിമാക്കാരൻ, മനോഹരം തുടങ്ങിയ റൊമാന്റിക് കോമിക് കേന്ദ്രീകൃത സിനിമകളിലും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. വിനീത് മലയാള സിനിമയിലെ ഒരു വിജയ സംവിധായകൻ കൂടിയാണ്. 2010 മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം ആദ്യമായി സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത്. ഇത് വാണിജ്യപരമായി വിജയിക്കുകയും പിന്നീട് തന്റെ രണ്ടാമത്തെ ചിത്രം തട്ടത്തിൻ മറയത്ത് സംവിധാനം ചെയ്യുകയും ചെയ്തു. നിവിൻ പോളിയും ഇഷാദ് അൽവാറും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഒരു റൊമാന്റിക് മ്യൂസിക്കൽ മൂവി എന്ന നിലയിൽ പ്രശസ്തമായിരുന്നു തട്ടത്തിൻ മറയത്ത്. നിവിൻ പോളി എന്ന നടന്റെ സ്ഥാനം മലയാള സിനിമയിലെ ഏറ്റവും മികച്ച യുവനടന്മാരിൽ ഒരാളായി ഈ ചിത്രത്തിലൂടെ ഉറപ്പിച്ചിരുന്നു. 2012 ജനപ്രിയ ചിത്രത്തിനുള്ള ഏഷ്യാവിഷൻ അവാർഡുകളും തട്ടത്തിൻ മറയത്ത് എന്ന ചിത്രത്തിന് ലഭിച്ചിരുന്നു. പിന്നീട് ശോഭനയെയും വിനീതിന്റെ സഹോദരൻ ധ്യാനിനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി തിര എന്ന ചിത്രം സംവിധാനം ചെയ്തു. അദ്ദേഹത്തിന് മറ്റ് സംവിധായക ചിത്രങ്ങളായ ജേക്കബിന്റെ സ്വർഗരാജ്യം, ഹൃദയം എന്നിവയുടെ വിജയം മലയാള ചലച്ചിത്ര വ്യവസായത്തിലെ ഒരു മികച്ച സംവിധായകനായി സ്വയം തെളിയിച്ചുകൊണ്ടായിരുന്നു. 2015 സംവിധായകൻ ജി പ്രജിത്തിന്റെ ഒരു വടക്കൻ സെൽഫി എന്ന ചിത്രത്തിന് വേണ്ടിയാണ് വിനീത് തന്റെ ആദ്യ തിരക്കഥ തയ്യാറാക്കിയത്. വർഷങ്ങൾക്കു ശേഷമാണ് വിനീത് അവസാനമായി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രം. പ്രണവ് മോഹൻലാൽ ആയിരുന്നു ചിത്രത്തിലെ നായകനായി എത്തിയത്. കല്യാണി പ്രിയദർശനായിരുന്നു ചിത്രത്തിൽ നായികാവേഷം കൈകാര്യം ചെയ്തത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.